അജ്മൽ തിരൂരിലും വളാഞ്ചേരിയിലും മാത്രമല്ല കണ്ണൂരിലും സ്വർണം തട്ടിയെടുത്തു. പണം കൊടുത്ത് തീർപ്പാക്കി. കേസിൽ അജ്മലിന്റെ സഹായി മനോജിനെയും വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി സ്വദേശിനിയായ 14-കാരിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത അജ്മലിനെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മണ്ണാർക്കാട് സ്വദേശിയായ മനോജുമായി ചേർന്നാണ് അജ്മൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിയെടുക്കുന്ന സ്വർണം വിറ്റുകിട്ടുന്ന പണം തുല്യമായി പങ്കിട്ടെടുക്കുകയായിരുന്നു പതിവ്. വളാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ മനോജിന്റെ കാറിലാണ് അജ്മൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. വീടിനടുത്ത് ഇറങ്ങിയ ശേഷം സ്വർണം വാങ്ങിയെടുക്കുകയും തിരികെ അതേ കാറിൽ മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് തട്ടിയെടുത്ത സ്വർണം വാങ്ങുന്ന വ്യാപാരിയുടെ അടുത്ത് വിൽക്കാനായി കൊണ്ടുപോയത്. എന്നാൽ 5.5 പവൻ തൂക്കമുള്ള മാലയ്ക്ക് ഇയാൾ 5 പവൻ മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് 5 പവന്റെ പണമാണ് നൽകിയത്. ഈ ലഭിച്ച 3,20,000 രൂപ ഇരുവരും തുല്യമായി പങ്കിട്ടെടുക്കുകയും ചെയ്തു. മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇരുവരും സഞ്ചരിക്കാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് സമാനമായ നിരവധി തട്ടിപ്പുകൾ നടത്തിയതായാണ് വിവരം. എടപ്പാളിലെ സമ്പാദ്യം ചിറ്റീസ് എന്ന സ്ഥാപനത്തിന്റെ വർക്കിംഗ് പാർട്ണർ കൂടിയാണ് മനോജ്. മണ്ണാർക്കാട് സ്വദേശിയായ മനോജ് വിവാഹം ചെയ്തിരിക്കുന്നത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയെയാണ്. മനോജിന്റെ ഭാര്യ വീടിനടുത്തുള്ള ഒരു സ്ത്രീയെയും ഇരുവരും സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയാക്കിയിരുന്നു. സ്വർണം കൈക്കലാക്കി മുങ്ങിയെങ്കിലും സംഭവം പരാതിയും കേസുമാകുമെന്ന് മനസ്സിലായതോടെ സ്വർണത്തിന്റെ മൂല്യത്തേക്കാൾ അധികം പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. വാഴക്കാട് പോലീസിലും സമാനമായ പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ സൈബർ സെൽ ശേഖരിച്ചു വരികയാണ്. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman, Bahrain.